നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് വരാഹി ദേവി. ഈ കലിയുഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവിയും വരാഹി ദേവി തന്നെയാണ്. കാരണം എത്ര വലിയ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും വരാഹി അമ്മയിൽ ശരണം പ്രാപിച്ചാൽ തീർച്ചയായും അമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഇനി ആരെല്ലാം അത്യധികം ദുരിതങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നുവോ അവരെല്ലാം ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ബന്ധുക്കൾ, അയൽക്കാർ, സുഹൃത്തുക്കൾ ഇവരിൽ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കറിയാവുന്നവർ ഏതെങ്കിലും തരത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചൊല്ലാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ജപിക്കാൻ പറഞ്ഞു കൊടുക്കുക. ഇത് നിരന്തരം ഉച്ചരിക്കുന്നതിലൂടെ ഏതു തരത്തിലുള്ള പ്രശ്നത്തിനും പരിഹാരം എന്നതുപോലെ വളരെ വേഗത്തിൽ തന്നെ തുറന്നു കാട്ടുന്നതാണ്. ഈ അത്ഭുത ശക്തിയുള്ള വാക്ക് ഉച്ചരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നിരന്തരം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന 100% വരാഹിയമ്മ സാധിച്ചു തരുന്നതാണ്. ഈ കലികാലത്തിൽ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരുന്ന അമ്മയാണ് വരാഹി ദേവി. അതിനാദ്യം തന്നെ വേണ്ടത് വരാഹി അമ്മയെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നതാണ്. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരുന്ന അമ്മയാണ് വരാഹി ദേവി. അതുകൊണ്ട് തന്നെ വരാഹി വഴിപാട് മടിക്കാതെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇനി വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന മന്ത്രം ഏതാണെന്ന് പറയുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വരാഹി ദേവിയുടെ അത്ഭുത ശക്തിയുള്ള ആ മന്ത്രമാണ് വജ്രഘോഷം. കഴിഞ്ഞ ദിവസം വരാഹി മുദ്രയുടെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ വജ്രഘോഷം ജപിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിരുന്നു. വജ്രഘോഷം എന്ന വാക്കിന് അത്രയേറെ ശക്തിയാണുള്ളത്. ഇനി വജ്രഘോഷം എന്താണെന്ന് നോക്കാം. വരാഹി ദേവിക്ക് പല രൂപങ്ങളുണ്ട്. ഈ പല രൂപത്തിനും പല വാഹനങ്ങളും ഉണ്ട്. ദേവിയുടെ ഓരോ വാഹനത്തിലിരുന്നും വരാഹി ദേവി തന്റെ ഭക്തർക്ക് ദർശനം നൽകാറുണ്ട്. അതുപോലെ തന്നെ വജ്രവാഹനം എന്ന സിംഹത്തിൽ ഇരിക്കുന്നതിനാൽ ദേവിയെ വജ്രവരാഹി എന്നാണ് അറിയപ്പെടുന്നത്. വജ്രഘോഷം എന്നാൽ വരാഹി ദേവിയുടെ സിംഹവാഹനത്തിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ വജ്രഘോഷം എന്ന പേര് വരാഹി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇനി ആർക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ, അതായത് ചില വിഷമ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ഇരുട്ടിത്തപ്പി തടയുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം വജ്രഘോഷം എന്ന് നിരന്തരം ജപിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എപ്പോഴാണ് ഉരുവിടേണ്ടത്? കുളിച്ചിട്ടാണോ അല്ലെങ്കിൽ കുളിക്കാതെയാണോ ഇത് ചെയ്യേണ്ടത്? ഇനി മത്സ്യമാംസാദികൾ കഴിച്ചിട്ടാണോ ഇത് ചൊല്ലേണ്ടത്? ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴാണ് പ്രശ്നത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ഇത് ജപിക്കാവുന്നതാണ്. അതിരാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ അതുമല്ലെങ്കിൽ രാത്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഈ വജ്രഘോഷം ജപിക്കാവുന്നതാണ്. ഇതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. വജ്രഘോഷം എന്ന് ജപിക്കുന്നതിലൂടെ വരാഹിയമ്മ ആ സ്ഥലത്ത് കുടികൊള്ളുന്നതാണ്. മാത്രമല്ല എന്തു പ്രശ്നമാണെങ്കിലും അത് തീർത്തു തരുന്നതുമാണ്. എല്ലാവരും ഇത് ജപിക്കുക. ഇത് ജപിക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം ഇത് ജപിക്കാൻ തുടങ്ങുന്നത് ഉത്തമമാണ്. ഇനി ഇത് എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. 11, 21 അല്ലെങ്കിൽ 108 തവണയോ നിങ്ങൾക്ക് സൗകര്യപ്രദമെന്ന് തോന്നുന്ന വിധത്തിൽ എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വജ്രഘോഷം എന്ന് ജപിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുക. അത് നല്ല രീതിയിൽ പര്യവസാനിക്കുന്നതാണ്. വജ്രഘോഷത്തിനെ കുറിച്ച് കേട്ടു മനസ്സിലാക്കുന്നതിനേക്കാൾ നിങ്ങൾ സ്വയം ഇത് ചെയ്തു നോക്കുക. അപ്പോൾ ഈ വജ്രഘോഷം എന്ന വാക്കിന്റെ ശക്തി നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാകാവുന്നതാണ്. രാവിലെ ഉണർന്ന് നമ്മുടെ ജോലികൾ ആരംഭിക്കുന്നത് മുതൽ രാത്രി ആകുന്നത് വരെ നിങ്ങൾ ഏത് പ്രധാന കാര്യം ചെയ്താലും വജ്രഘോഷം എന്ന് പറഞ്ഞ് ആ ജോലി ചെയ്തു നോക്കുക. അത് അവസാനിക്കുന്നത് പൂർണ്ണ വിജയത്തിലായിരിക്കും. ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആ പോകുന്ന കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് സമാധാനത്തോടെ ഇരുന്ന് വജ്രഘോഷം എന്ന് 108 തവണ ജപിക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ 21 തവണ വജ്രഘോഷം എന്ന് എഴുതുകയോ ആവാം. മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ. ഒരു 5 മിനിറ്റ് സമാധാനത്തോടെ മനസ്സ് ശാന്തമാക്കി വജ്രഘോഷം എന്ന് ചൊല്ലുക. തീർച്ചയായും നിങ്ങൾ പോലും അറിയാതെ വരാഹി ദേവി നിങ്ങളുടെ മനസ്സിൽ വരുന്നതാണ്. ചില ദേവന്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ മന്ത്രങ്ങൾ ജപിച്ച് നമ്മൾ വഴിപാട് ചെയ്യാറുണ്ട്. ചില നാമങ്ങൾക്ക് പോലും അത്രയേറെ ശക്തിയാണുള്ളത്. അതുപോലെ തന്നെയാണ് ഇതും. അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ വജ്രഘോഷം ചൊല്ലുക. തീർച്ചയായും നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഇനി പീരിയഡ്സ് ആയാലും ഇത് മനസ്സിൽ ജപിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറും പരീക്ഷണാർത്ഥം ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. വരാഹിയമ്മയെ പൂർണ്ണമായി വിശ്വസിച്ച് വേണം ഇത് ജപിക്കാൻ.
വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.